ഹായ് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിപ്പോ എവിടെയാണ് ഉണ്ടെന്ന് അറിയാമോ? പുറകിലാണല്ലേ മുസ്ലിസ് അത് വായിക്കാൻ പറ്റുമോ? കൊടുങ്ങല്ലൂര് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഗാർഡൻ അല്ല, ഗാർഡൻ ആണോ? കോട്ടപ്പുറം പാർക്ക്. കോട്ടപ്പുറം പാർക്ക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ, വരാനായിട്ട് ഇരിക്കാനായിട്ടൊക്കെ. എല്ലാവരും വന്ന് ഒരു ഉച്ച കഴിഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ രാവിലെ മുതൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ വൈകിട്ടൊക്കെ 10-11 മണി വരെ വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളിന്ന് കോട്ടപ്പുറം പാർക്കിലാണ് ഗൈസ്. അപ്പം എൻ്റെ ഇന്ന് ഇച്ചിരി ഹാപ്പി കുറവുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം പറ. കാരണം ഇപ്പൊ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ നടന്നില്ല, അതാണ് കാരണം. ഞങ്ങള് ഒരു മരച്ചോട് സെറ്റ് ചെയ്ത്, അല്ല മരച്ചോട് നമ്മള് മാത്രമായിട്ടൊരു മാത്രമായിട്ടൊരു മരം കിട്ടി. എല്ലാവരും ഓരോ ബെഞ്ചും ഓരോ മരച്ചോടൊക്കെ കൈക്കലാക്കി ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു മരം കിട്ടി. ആ മരത്തിന്റെ തണലിൽ ഞങ്ങൾ രണ്ടിരിക്കുകയാണ്, ഞാനും ഇക്കോ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇക്കോ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്, ഞാനും ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര പാട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഡാൻസ് പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് സിനിമകൾ പറഞ്ഞിട്ടുള്ളത്. അതിമനോഹരമായ സ്ഥലം. അതെ, ദിലീപിന്റെ മറ്റേ ആ സിനിമ ഉണ്ടല്ലോ, വോയിസ് ഓഫ് സത്യനാഥൻ, ജോസിന്റെ വീട്, മറ്റേ എന്താണ് മറിയത്തിന്റെ വീട് അതാണോ? ഓ, അതാ കാണുന്നത് ഓപ്പോസിറ്റ്. അല്ല, വോയിസ് ഓഫ് സത്യനാഥന്റെ അകത്തെ വീടും, അല്ല വോയിസ് ഓഫ് സത്യനാഥന്റെ അകത്തെ ആ ലാസ്റ്റ് ഉള്ള ആ ഇത് ഈ റൗണ്ട് വെച്ചാ ഇവിടെ ഒരു റൗണ്ട്. ഒരുപാട് ലൊക്കേഷൻസ് സിനിമയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്കിപ്പോ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, മിക്കവാറും പിന്നെ പുറത്ത് ഇപ്പൊ അത് ഏറ്റവും കൂടുതലുള്ളത് വേറെ ജില്ലയിലുള്ളവർക്ക് വരെ ഈ സ്ഥലം അറിയാൻ പറ്റും. അതുമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ കോളേജ് സ്റ്റുഡൻസും അല്ലേ, പിള്ളേരൊക്കെ കൂടുതൽ അല്ലേ. പിന്നെ സായാഹ്നങ്ങളിൽ നമുക്ക് ഇങ്ങനെ വന്ന് ഇരുന്ന് കുറച്ചേരൊക്കെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പൊ കടപ്പുറത്തൊക്കെ പോയിരിക്കുന്ന മാതിരി ഇവിടെ വന്നിരിക്കാം കുറച്ച് നേരം അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ അന്വേഷിച്ച സാധനം കിട്ടിയില്ല. എന്താണെന്നറിയോ? കുലുക്കി സർബത്ത്. ഇവിടെ പൊരിച്ച ഐസ്ക്രീമും പൊട്ടിത്തെറിച്ച മുട്ടയും ഒക്കെ ഉണ്ട്. പക്ഷേ കുലുക്കി സർബത്ത് മാത്രം കിട്ടിയില്ല. കിട്ടിയില്ല ഈ പ്രാവശ്യം. അത് കുലുക്കി സർബത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന്റെ അല്ലേ, ഓണത്തിന്റെ വീഡിയോ ചെയ്യാനല്ലേ നമ്മള് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടുന്ന് ഞാനൊരു കുലുക്കി സർബത്ത് കുടിച്ചു കേട്ടോ. ആ കുലുക്കി സർബത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ്. അത് എന്താ, ലിച്ചിയുടെ കുലുക്കി സർബത്ത് അല്ലേ, ലിച്ചി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടെ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ കിട്ടിയില്ല ഗൈസ്. കുലുക്കി സർബത്ത് കിട്ടിയില്ല, എനിക്ക് വാങ്ങിച്ചു തന്നില്ല. ഇവിടെ 2-3 ഷോപ്പിൽ അന്വേഷിച്ചു, അവിടെ ഫുൾ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. പൊട്ടിത്തെറിച്ച ഐസ്ക്രീം, കാന്താരി ഐസ്ക്രീം, വല്ലാത്ത ഐസ്ക്രീം, പെടഞ്ഞ ഐസ്ക്രീം, പിന്നെ കരിഞ്ഞ ഐസ്ക്രീം, പിന്നെ പല പല രീതിയിലുള്ള ഒടിഞ്ഞ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അല്ലാതെ കുലുക്കി സർബത്ത് കിട്ടിയില്ല. അത് കാരണം നമുക്ക് കുലുക്കി സർബത്ത് കുടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്, വേറെ കുഴപ്പമില്ല. ഇക്കുവിൻ്റെ ഞാൻ ഇതിനായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. എല്ലാവരും ഐസ്ക്രീം കഴിച്ച് നമ്മൾ കഴിച്ചില്ല, കുടിക്കാം. അപ്പൊ ഇവിടുന്ന് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. കുറച്ച് നമുക്ക് പോവാം. ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടു. ഏത് ഇരിക്കുന്ന സ്ഥലം കേട്ടോ, ഈ മരച്ചോട്. എന്താണെന്നറിയില്ല ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റിക്കട്ടെ. ഇപ്പോൾ ഈ മരം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ മരം ഇഷ്ടപ്പെട്ടു. ഊഞ്ഞാലൊക്കെ കാണാൻ പറ്റുമോ? മരടിച്ച് വീഴും. ഇപ്പോൾ കാണാൻ പറ്റും. മരടിച്ച് വീഴുവെക്കൂ. ചിലപ്പോ ഒടിഞ്ഞ പച്ചയല്ലേ, പോയിപ്പോ ഞാൻ ഒടിച്ച് വീഴുന്നൊക്കെ പറയാതെ. പച്ച മരല്ലേ, പാട്ടൊക്കെ വേണം. ഈ 2 സ്റ്റെപ്പ് വെച്ചോടാ കുമാര. തലയിടിക്കോ കുമാര
എല്ലാരും കിടപ്പായില്ല. ഹലോ ഗൈസ്, എന്ത് പറയണേ? ഇതെന്താ മുസ്ലിസ് പാട്ട്? മുസ്ലിസ് പദ്ധതി അവിടെ നോക്കി വായിച്ചത്. ഹലോ ഗൈസ്, ഇത് മുസ്ലിസ് പൈതൃക പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നടപ്പാക്കി ഇതാണ് പദ്ധതി. നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുസ്ലിസ് പൈതൃക പദ്ധതി നടപ്പാക്കി കഴിഞ്ഞ ഹെറിറ്റേജ് പ്രോജക്റ്റിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. വെച്ചാൽ കോട്ടപ്പുറം പാർക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ മേലെ കൂടി ഇവിടെ ഊഞ്ഞാലിട്ട് ആടാൻ പറ്റും, നടക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇതുണ്ടോ തൂങ്ങി നടക്കാൻ പറ്റും. പിന്നെ അങ്ങനെയാണ്. പിന്നെന്താ ഇതിനെക്കുറിച്ച് പറയാം? ഇവിടെ ഈ വലിയ മരം നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. പിന്നെ ഈ മരത്തിന് ചുറ്റും നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് മരത്തിന് ചുറ്റും ഇരിക്കും. പക്ഷേ ഈ മരം ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. എൻ്റെ ബാഗ് ഈ മരം സൂക്ഷിച്ച് വെച്ചു കേട്ടോ ഗൈസ്. നോക്ക് എൻ്റെ ബാഗ് ഈ മരം സൂക്ഷിച്ച് വെച്ചു. ചുറ്റി കറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പക്ഷെ എടുത്ത് ചാടരുത്, നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങുള്ളൂ. ഇനി പറയാം. അത് മറ്റേതായാലും സത്യമൂർത്തി എന്താ മറ്റേതിൻ്റെ പേരുന്ന ഹലോ ഗൈസ്, ഈ സ്ഥലം എല്ലാവരും വോയിസ് ഓഫ് സത്യനാഥിനകത്ത് കണ്ടു കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതില്ലേ ഈ റൗണ്ട്? ഹലോ ഗൈസ്, ഇതാണ് വോയിസ് ഓഫ് സത്യനാഥൻ. എല്ലാവരും കണ്ടു കാണും. ആ ഫിലിമിൻ്റെ അകത്ത് ദിലീപ് ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് അല്ലേ? അല്ലേ, ഇവിടെയല്ലേ പ്രസംഗിക്കുന്നത്? അപ്പോൾ ഇതാണ് വോയിസ് ഓഫ് സത്യനാഥൻ്റെ അകത്ത് ദിലീപ് പ്രസംഗിക്കുന്ന സ്ഥലം. കണ്ടോ? നിങ്ങളെല്ലാവരും ആ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ പറ്റും അല്ലേ? പറ്റും. പറ്റും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെന്റർ പോയിന്റിൽ നിന്നിട്ട് സംസാരിച്ച് എക്കോ വരുന്നുണ്ട്. ഇവിടെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? ഒരു എക്കോ ഉണ്ട്. അതെന്താ? സത്യമായിട്ടും അതാണ് അതിന്റെ പ്രത്യേകത. ആ പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് ചെയ്താലോ? അതിലൊന്നും കേൾക്കില്ല. ഇല്ല. ഹായ് ഹലോ. ഉണ്ടല്ലോ. ഹലോ. ഇല്ല. ഇതെന്താ? ഹലോ ഗൈസ്, ഇവിടെ എക്കോ കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, അതിനാണ് പോയിന്റ്. സെന്റർ പോയിന്റ് അങ്ങനെ സത്യം. അത് വാസ്തു ശാസ്ത്രപരമായിട്ട് അറേഞ്ച് ചെയ്ത സംഭവം കാര്യമായിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇവിടെ വാസ്തുപരമായിട്ട് അറേഞ്ച് ചെയ്ത കാരണം ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സൗണ്ട് എക്കോ നിൽക്കുന്നുണ്ട്. പക്ഷെ വേറെ കാലത്തിൽ നിൽക്കുമ്പോൾ ഒന്നും എക്കോ ഇല്ലല്ലോ. ഇവിടെ ഉള്ളല്ലോ എക്കോ. കാല് കൊള്ളുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ പറ്റും. ഇത് നമ്മുടെ തൃശ്ശൂരാണ്. കോട്ടയത്തല്ല. സമ്മതിച്ചു. കോട്ടയത്തും ഇത് തൃശ്ശൂരെങ്കിൽ സമ്മതിച്ചു. കോട്ടയത്തെ പറ്റി പറയുന്നത് കോട്ടയം എന്റെ സ്ഥലം. സംഭവമാണ്. എനിക്കത് മനസ്സിലായി. നമ്മളന്ന് പോയപ്പോ ഇത് കണ്ടല്ലേ? കോട്ടയം സൂപ്പറാണ്. കോട്ടയം സൂപ്പറാണ്. എല്ലാം ഇതിൽ എഴുതിച്ചിട്ട് ഇത് തൃശ്ശൂർ എന്റെ കോട്ടയാണ്. ആ കോട്ടയം സൂപ്പറാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോ എന്താ നമ്മൾ കണ്ടത്? ഓരോ പോസ്റ്റിൽ കോട്ടയം സൂപ്പർ, കോട്ടയം സൂപ്പർ. പിന്നെ ഈ കോട്ടപ്പുറം എനിക്ക് ഈ ബീച്ച് ഇഷ്ടമാണ്, ഈ പാർക്ക് ഇഷ്ടമാണ്. ഇത് സൂപ്പറാണ്. ഇതാണ് മറിയത്തിന്റെ വീട്. പൊറിഞ്ചു മറിയം ജോസ് അല്ലേ? അതിൻ്റെ അകത്ത് മറിയത്തിന്റെ വീടാണ് ഇത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അയ്യോ സത്യം. പൊറിഞ്ചുവിനെ വെട്ടിക്കൊന്നല്ലേ? പിന്നെ ഈ വീട് ചുറ്റോ? ഞാനിവിടെ നിന്നല്ലേ രാത്രി ഞാൻ പറയാം. ഹലോ ഗൈസ്, ഈ ആൽമരത്തിന് അവിടെ നിന്ന് ഞാൻ രാത്രി ഒരു രക്ഷ
ലാറ്റയാണ് വരുന്നത്. ക്യാപ്സിനെ പോലത്തെ കപ്പയങ്ങളുടെ ലാറ്റയാണ്. നമുക്ക് ഫ്ലേവേഡ് ഒരു 10-16 ഫ്ലേവർ വരുന്നുണ്ട്. കോൾഡിൽ നമുക്ക് വരുന്നത് ഫ്രാപ്പേസ് വരുന്നുണ്ട്. ഫ്രാപ്പേസിന് ചോക്ലേറ്റ് ഫ്രാപ്പേസ് വരുന്നുണ്ട്. അതും അത്യാവശ്യം ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. മിസ്റ്റേക്ക് വരുന്നുണ്ട്, പ്രീമിയം മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ ലാറ്റയുടെ തന്നെ കോൾഡ് വെർഷൻ വരുന്നുണ്ട്, ഐസ് റോക്കീസ് വരുന്നുണ്ട്. വേറെ അത്യാവശ്യം ഉണ്ട്. മൊയ്റ്റോ നമുക്ക് ഒരു വലിയ മെനു വരുന്നുണ്ട്. മൊയ്റ്റോ സ്ലഷി ഉണ്ട്. സ്ലഷി ഈ അടുത്ത് വേറെ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഏത് ടീയിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് മസാല ടീ വരുന്നുണ്ട്, സഫ്രോൺ വരുന്നുണ്ട്, അതുപോലെ കാടമം വരുന്നുണ്ട്, മിൻറ്റ് മിൽക്ക് വരുന്നുണ്ട്. കോഫിലാവുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ബേസിക്കാണ് നോർമൽ കോഫിയാണ്, നെസ്റ്റോയുടെ കോഫിയാണ്. ഇത് വേണമെന്ന് നമുക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കോഫിയുടെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഏസനട്ട്, ക്യാരമൽ, വാനില, ബട്ടർ സ്കോച്ച്. ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് 6 months ആവും. നമ്മൾ ഫെബ്രുവരി പകുതിയായി തുടങ്ങി. ഫെബ്രുവരി 17. ഇതിന്റെ ഓണറും എൻ്റെ പേര് റോഷൻ. ഇവിടുത്തെ ബാച്ചാണ്. നമ്മുടെ ഓണറുണ്ട്. ആള് ഇവിടെ നിന്ന് പുറത്ത് പോയത് ഡേവിഡ് എന്നാണ് ആളുടെ പേര്. താങ്ക് യു. ഇനി പുറത്ത് പോയി അവിടുത്തെ മറ്റൊരു ഭാഗത്ത് അപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞല്ലേ, എല്ലാവർക്കും മനസ്സിലാക്കാമല്ലേ? ഞാൻ അതിലേ നടന്നപ്പോഴേ ഒരു നല്ലൊരു ചോറിലോ ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിന് പോലെ തന്നെ ഒരു പെണ്ണ്. അതെയോ? ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ ഉണ്ടോ എന്നെ പോലത്തെ പെണ്ണോ? സെയിം. അതുകൊണ്ട് കുറച്ചപ്പുറത്ത് പോയിട്ടുണ്ട് മറ്റൊരു പാർട്ടി. എന്നിട്ട് കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ആ പെണ്ണിന്റെ അടുക്ക് പോയാ? ഞങ്ങൾക്ക് തിരിച്ചു വന്ന ടൈമായി. കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ വന്ന ഒരു കയറിയിട്ട് പോകാൻ വിചാരിച്ച് വന്നതാണ്. എനിക്ക് ഈ പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അടിപൊളി സീനറി കൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. ശരിയാണ് അതാണ് സംഭവം. എന്നാൽ നമുക്കൊന്ന് പതുക്കെ ഞങ്ങളത് നടന്നു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കും. ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള ചാനലിലേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കണ്ട ഞങ്ങളുടെ ചാനൽ മറക്കാതെ. See you next video. Okay, bye. Bye.